ഇന്ന് പ്രാർത്ഥിച്ചുവോ എന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ, അല്ല ഏതെങ്കിലും ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചു എന്ന് തന്നെയായിരിക്കും ഉത്തരം. അത് തെറ്റാകാൻ സാധ്യതയില്ല. എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നവരാണ്. ഇതിൽ അവശ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് 34 സങ്കീർത്തനം 18 വാക്യം വായിക്കട്ടെ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. വിശ്വാസമുണ്ടായിരിക്കണം, എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ഒരു ദൈവമുണ്ട്. ഒരിക്കൽ 2 ആത്മീയ ആചാര്യന്മാർ, ക്രിസ്ത്യാനികളിലുള്ള ഏത് വിഭാഗമായിക്കൊള്ളട്ടെ, അവർ സംസാരിച്ച കൂട്ടത്തിൽ അവർ പറഞ്ഞു, നമ്മൾ ആരാധനാമധ്യേ ജനത്തെ ഒന്ന് ശ്രദ്ധിക്കണം, അവരെങ്ങനെയാണ് ദൈവസന്നിധിയിലായിരിക്കുന്നതെന്ന്. അന്നത്തെ പതിവ് ആരാധന കഴിഞ്ഞ് അവർ ഈ കാര്യം മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. അതായത് ചിലരൊക്കെ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുന്നു. മറ്റു ചിലരാകട്ടെ കൈകൾ മലർത്തി പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുന്നു. ചിലർ മുഴങ്കാലുകളിലും ചിലർ മുട്ടുകുത്തിയും നിൽക്കുന്നു. അങ്ങനെ പല നിലകളിലാണ് അവർ ആളുകളെ ശ്രദ്ധിച്ചത്, മനസ്സിലാക്കിയത്. എന്നാൽ അക്കൂട്ടത്തിൽ ഒരു മനുഷ്യൻ കണ്ണുകളടച്ച് ദൈവസന്നിധി നിൽക്കുന്നുണ്ട്. താൻ കൈ കൂപ്പിയിട്ടില്ല, കൈ മലർത്തി പിടിച്ചിട്ടില്ല. അതിന് ശേഷം 2 പേരും ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ മാത്രം എന്താണ് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ചെയ്യാത്തത്? കൈ ചലിപ്പിക്കുകയോ കൂപ്പിപ്പിടിക്കുകയോ കൈ മലർത്തി പിടിക്കുകയോ ഒന്നും ചെയ്യാത്തത്? അദ്ദേഹം പെട്ടെന്ന് തന്നെ താൻ പുതച്ചിരുന്ന ആ പുതപ്പ് തുവർത്ത് തോട് കുലുക്കി താഴെയിട്ടു. അപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു, ഇയാൾക്ക് 2 കൈകളുമില്ലെന്ന്. അവർക്കാകെ ഒരു വിഷമമായി. എന്നാൽ അവരെന്തെങ്കിലും പ്രതികരിക്കും മുമ്പ് തന്നെ ഈ മനുഷ്യൻ സംസാരിച്ചു തുടങ്ങി. അദ്ദേഹം ഇങ്ങനെയാണ് ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. തിരുവചനത്തിൽ ഇങ്ങനൊരു ഭാഗമുണ്ട്. 100 ആടുകൾ ഉണ്ടായിരുന്ന മനുഷ്യൻ അതിൽ 1 നഷ്ടപ്പെട്ടപ്പോൾ 99നെയും വിട്ടിട്ട് ആ ഒരാടിന് വേണ്ടി പോയത്. നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥനയിൽ നഷ്ടപ്പെട്ട ആടിനെക്കുറിച്ച് വിലപിക്കുന്ന, സങ്കടപ്പെടുന്ന ആ ഇടയനെ പോലെ നഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് ഉത്തരമില്ലായിരുന്നു. അവർ തിരികെപ്പോയി. കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ദൈവം ഈ വിഷയത്തിന് വേണ്ടി കൂടി പ്രവർത്തിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗീയ പിതാവേ, പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും ഞങ്ങളെ നല്ലോണം അറിയുന്നു. ഞങ്ങളെ സഹായിക്കാൻ കഴിയുന്ന അങ്ങയുടെ പാദപീഠത്തിൽ ഇടയങ്ങളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. എന്നാൽ നഷ്ടപ്പെട്ടു പോയ ആടിനെക്കുറിച്ച്